الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون صدق الله العلي العظيم وصدقه وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിത ഇടപാടുകളെ തഖ്വയുടെ താൽപര്യത്തിനനുസരിച്ച് റൂഹ് പിരിയുന്ന നേരം വരെയും നിലനിർത്തിക്കൊണ്ടു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളേവരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി മരണം വരെ മുന്നോട്ട് പോകാൻ, റൂഹ് പിരിയുന്നത് അല്ലാഹു തൃപ്തിപ്പെട്ട അവസ്ഥയിലായിരിക്കാൻ, നാളെ സ്വാലിഹുകളോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ അവസാനമായി അല്ലാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുണ്ടാവും അല്ലാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ ദൂഷിച്ചതും അതുപോലെ തന്നെ വൃത്തികെട്ടതുമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത നാളുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകളും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമൊക്കെ ഏറെ വേദനിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും നമ്മെ ചിലപ്പോഴൊക്കെ അമ്പരപ്പിക്കുന്നതും ഒക്കെ ആയ വാർത്തകളാണ്. കാണാൻ പാടില്ലാത്തത് കാണേണ്ടി വരികയും കേൾക്കാൻ പാടില്ലാത്തതൊക്കെ കേൾക്കേണ്ടി വരികയും അറിയരുതെന്ന് ആഗ്രഹിക്കുന്നത് അറിയാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റും നിലനിൽക്കുന്നത്. അധാർമിക വൃത്തികളും നെറികേടുകളും ലൈംഗികമായ അരാജകത്വവുമൊക്കെ നമ്മുടെ കേരളീയ സമൂഹത്തിലും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദുഷിച്ച വൃത്തികെട്ട സാഹചര്യത്തിൽ
അബദ്ധസഞ്ചാരത്തിന് അടിപ്പെട്ട പുതിയ തലമുറയെക്കുറിച്ച് ആവലാതികളും പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പ് കാലത്തൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് പാശ്ചാത്യ ജനതയുടെ വഴിപിഴച്ച ജീവിതത്തെക്കുറിച്ചും അവിടെ നിലനിൽക്കുന്ന ലൈംഗിക സദാചാര തകർച്ചയെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. കാരണം അന്നൊക്കെ നമ്മുടെ നാടിന് ഒരു പ്രത്യേകമായ ചില സംസ്കാരങ്ങളൊക്കെ ഉണ്ടെന്നും പല മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളെന്നുമൊക്കെ എല്ലാ മതവിഭാഗത്തിലെ ജനങ്ങളും അവകാശപ്പെടുകയും അതുകൊണ്ട് തന്നെ പാശ്ചാത്യരെ പോലെ ഒരിക്കലും അധാർമികതകളും ജീർണതകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയില്ല എന്നും നമ്മളൊക്കെ സമാധാനിക്കുകയും ചെയ്തിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇന്ന് സ്ഥിതിഗതികളിൽ വമ്പിച്ച മാറ്റം വന്നിരിക്കുന്നു. സകല തോന്നിവാസങ്ങളുടെയും അധാർമികതകളുടെയും കാര്യത്തിൽ സകല പടിഞ്ഞാറൻ രാജ്യങ്ങളെയും പിന്നിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം ദുഃഖകരമായ കാഴ്ചയാണ് പത്രമാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മെ ദുഃഖിപ്പിക്കുന്ന, നമ്മെ അസ്വസ്ഥരാക്കുന്ന, നമ്മെ അമ്പരപ്പിക്കുന്ന മറ്റൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, നാടിന്റെ ഈ അബദ്ധസഞ്ചാരത്തിൽ മുസ്ലിം സമുദായത്തിന്റെ പങ്കും അത്ര നിസ്സാരമല്ല എന്ന യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നമ്മെ ഏറെ ദുഃഖിപ്പിക്കുകയും അതിലേറെ അതിശയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. കാരണം ലോകത്ത് എവിടെ ജീവിച്ചാലും എത്ര പ്രതികൂലമായ ചുറ്റുപാടിലൂടെ കടന്നു പോകുന്നവരായാലും സ്വന്തമായ ചില സംസ്കാരങ്ങളും സ്വന്തമായ ചില മൂല്യങ്ങളും സ്വന്തമായ ചില നിലപാടുകളും ഒക്കെ ഉയർത്തിപ്പിടിക്കേണ്ട ഖൈറു ഉമ്മത്ത് മുസ്ലിം സമുദായത്തിന്റെ മക്കൾ സാംസ്കാരിക ജീർണതകളിലും സദാചാര വൈകൃതങ്ങളിലും അധാർമികമായ ജീവിതം നയിക്കുന്ന കാര്യത്തിലുമൊക്കെ ഇതര സമൂഹങ്ങളെക്കാൾ ഒട്ടും പിന്നിലല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു പല കാര്യങ്ങളിലും മുസ്ലിം സമുദായം പിന്നോക്കമാണ്. പക്ഷെ ഈ കാര്യത്തിൽ മാത്രം അസൂയാർഹമായ വിധത്തിലുള്ള പ്രകടനമാണ് പലപ്പോഴും ഈ സമുദായത്തിന്റെ തന്നെ പേരുകൾ പേറുന്ന പലരിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ നമ്മൾ അറിയുമ്പോൾ അവയിലൊക്കെ മുസ്ലിം സമുദായത്തിന്റെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യത്തെക്കാളൊക്കെ എത്രയോ കൂടുതൽ അത്തരം വിഷയങ്ങളിൽ ഈ സമുദായത്തിന് സംവരണമുള്ളോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മോഷണ കേസുകളായാലും ഭവനവേദനമായാലും ബലാത്സംഗ കേസുകളായാലും മയക്കുമരുന്ന് ഇടപാടുകളായാലും അതുപോലെ തന്നെ വാഹന മോഷണമായാലും പ്രകൃതി വിരുദ്ധ നടപടികളുടെ പേരിലാണെങ്കിലും കള്ളനോട്ട് കേസുകളിലാണെങ്കിലും വിവാഹ തട്ടിപ്പുകളാണെങ്കിലും കൈക്കൂലി മൂലം പിടിക്കപ്പെടുന്നവരിലാണെങ്കിലും ഒക്കെ ഈ സമുദായത്തിലെ മുത്തുമുക്മിനികളുടെ സുന്ദരമായ പേരുകൾ നമുക്ക് ധാരാളമായി കേൾക്കുകയും വായിക്കുകയും ചെയ്യേണ്ടി വരികയാണ്. അതോടൊപ്പം ഈ സമുദായത്തിന്റെ തലമുറ, യുവതലമുറ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ പ്രത്യക്ഷമായ ചില സൂചകങ്ങളാണിത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നതും നമ്മെ ഒരൽപ്പം ചിന്തിപ്പിക്കേണ്ട സംഗതിയാണ്. അഹമ്മദുമാരും മുഹമ്മദുമാരും അത്തരം ആളുകളിൽ ധാരാളമായി നമ്മൾ വായിക്കേണ്ടി വരികയാണ്. നജ്മുദ്ദീനും സിറാജുദ്ദീനും ഷറഫുദ്ദീനും മുഹീദ്ദീനും ഒക്കെ ആ കൂട്ടത്തിൽ നമ്മൾ കാണേണ്ടി വരികയാണ്. ദീനിന്റെ നക്ഷത്രങ്ങളും ദീനിന്റെ വിളക്കുകളും ദീനിന്റെ സൂര്യന്മാരുമൊക്കെയാണ്. പേരുകൾ വളരെ മനോഹരമാണ്. സമൂഹത്തിലെ ഇതര ജനങ്ങൾക്ക് മുമ്പിൽ, നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ മറ്റു മതവിഭാഗങ്ങൾക്കും ജനസമൂഹങ്ങൾക്കും മുമ്പിൽ മാതൃകായോഗ്യമായി ദീനിന്റെ സാക്ഷ്യം നിർവഹിക്കേണ്ട ഒരു സമൂഹം, അവർക്ക് മുമ്പിൽ ഇസ്ലാമിനെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു സമുദായം പകൽ വെളിച്ചത്തിലെന്നോ പാതിരാത്രിയിലെന്നോ വ്യത്യാസമില്ലാതെ സകല വേണ്ടാത്തരങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഏറെ ഖേദകരമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പള്ളികളെ സജീവമാക്കേണ്ട സമുദായമാണ് മുസ്ലിം സമുദായം. പള്ളികളിൽ നിറഞ്ഞു നിൽക്കേണ്ട ഈ സമുദായം
മദ്യശാലകളിൽ തിരക്ക് കൂട്ടേണ്ടവരല്ല, മയക്കുമരുന്ന് കേന്ദ്രങ്ങളിൽ തിരക്ക് കൂട്ടേണ്ടവരല്ല മുസ്ലിം സമുദായം, സൈബർ സെക്റ്റിന്റെ പിറകെ പോകേണ്ടവരല്ല മുസ്ലിം ഉമ്മ എന്ന് പറയുന്നത്. വൃത്തികെട്ട വീഡിയോ ഫിലിമുകൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ കണ്ടാസ്വദിക്കേണ്ട ചെറുപ്പമല്ല മുസ്ലിം സമുദായത്തിന്റെ ചെറുപ്പം എന്ന് പറയുന്നത്. പുതിയ തലമുറയുടെ പല വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ കാണുന്ന ചില മുതിർന്നവരൊക്കെ ചോദിക്കാറുണ്ട്, ഇവർക്കൊക്കെ മാതാപിതാക്കളില്ലേ എന്ന് ചോദിക്കാറുണ്ട്. മാതാപിതാക്കളില്ലാത്തതല്ല പ്രശ്നം. ദുഃഖകരമായ ഖേദകരമായ മറ്റൊരു സംഗതി, ഇത്തരത്തിൽ വൃത്തികേടുകളിലും വേണ്ടാത്തരങ്ങളിലും അധാർമിക പ്രവൃത്തികളിലും ഒക്കെ ഏർപ്പെടുന്ന പലരുടെയും മാതാപിതാക്കൾ ദീനിന്റെ പല കാര്യങ്ങളിലും നിഷ്ഠ പുലർത്തുന്നവരാണ് എന്നതാണ്. അവര് നമസ്കരിക്കുന്നവരാണ്, അവര് നോമ്പെടുക്കുന്നവരാണ്. അതുപോലുള്ള ദീനിയായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന മാതാപിതാക്കളുടെ മക്കൾ തന്നെയാണ് പല അധാർമിക വൃത്തികളിലും പല അനുതായ്മകളിലും മയക്കുമരുന്ന് ഇടപാടുകളിലും അതുപോലുള്ള മറ്റൊരുപാട് കുറ്റകൃത്യങ്ങളിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ ഈ വഴിപിഴച്ച പോക്കിൽ അവരൊക്കെ ദുഃഖിതരാണ്. സ്വകാര്യ സംഭാഷണങ്ങളിൽ പലരും പങ്കുവെക്കാറുണ്ട്. ആ ദുഃഖവും വിഷമവും ഒക്കെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ അതേസമയം അവർ മക്കളുടെ കാര്യത്തിൽ നിസ്സഹായരാണ്. കൈവിട്ടുപോയി എന്ന് പറയുകയാണ് ചെയ്യുന്നത്. കൈവിട്ടുപോയി എന്ന് പറയുകയാണ്, മക്കൾ കൈവിട്ടുപോയി. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, കൈവിട്ടുപോയി എന്ന് പറഞ്ഞ് കൈമലർത്തിയത് കൊണ്ട് മാത്രം ആശ്വാസം കണ്ടെത്താൻ ഈ സമുദായത്തിലെ ഇത്തരം അധാർമിക വൃത്തികളിൽ ഏർപ്പെടുന്ന മക്കളുടെ മാതാപിതാക്കൾക്ക് കഴിയുമോ? ഇന്നത്തെ യുവതലമുറ എന്ന് പറയുന്നത്, ഇന്നത്തെ ചെറുപ്പക്കാർ എന്ന് പറയുന്നത് നേരത്തെ കുട്ടികളായിരുന്നുവല്ലോ. മുമ്പ് കുട്ടികളായിരുന്നുവല്ലോ ഇന്ന് കൗമാരക്കാരും ചെറുപ്പക്കാരുമായി തീരുന്നത്. അപ്പൊ ഇന്നലത്തെ കുട്ടികളായിരുന്ന സമൂഹം, ഇന്നത്തെ യുവ സമൂഹം, ഇന്നലെ കുട്ടികളായിരുന്നവർ, അവർ ദുഷിച്ചു പോയെങ്കിൽ, അവർ അരുതായ്മകളിൽ ഏർപ്പെടുന്നുവെങ്കിൽ, അവർ വൃത്തികേടുകളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ, അവരാ മാർഗത്തിലേക്ക് കടന്നുപോയതിൽ മാതാപിതാക്കൾ ബോധപൂർവമായിട്ടല്ലെങ്കിലും വ്യക്തമായ പങ്ക് വഹിച്ചിട്ടുണ്ടാവുകയില്ലേ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ചെയ്യുന്ന വൃത്തികേടുകളുടെ പേരിൽ കുറച്ചൊക്കെ നാളെ മാതാപിതാക്കളും പടച്ചവന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പാപഭാരത്തിൽ നിന്നും രക്ഷിതാക്കൾക്കും മാറി നിൽക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ കൈവിട്ടുപോയി എന്ന് കൈമലർത്തിയത് കൊണ്ട് മാത്രം ഈ പാപഭാരത്തിൽ നിന്നും കൈ കഴുകുവാൻ വിശ്വാസികളായ മാതാപിതാക്കൾക്ക് സാധ്യമല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, വിശുദ്ധ ഖുർആനിന്റെ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. സത്യവിശ്വാസികളെ, നിങ്ങളെ എപ്രകാരം അള്ളാഹുവിന്റെ നരകാഗ്നിയിൽ നിന്നും മനുഷ്യരും കല്ലുകളും ഒക്കെ ഇന്ധനമായി കത്തിക്കപ്പെടുന്ന അതിശക്തരായ, കൽപ്പിച്ചത് പ്രവർത്തിക്കുന്നതിൽ വളരെ നിഷ്ഠ പുലർത്തുന്ന, ജാഗ്രത കാണിക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ കാവൽ ഭടന്മാരായി നിൽക്കുന്ന ആ നരകാഗ്നിയുടെ കൊടും ചൂടിൽ നിന്ന്, കത്തിയിൽ അമരുന്നതിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എത്രമാത്രം പരിശ്രമിക്കുന്നുവോ അതേ അർത്ഥത്തിലുള്ള പരിശ്രമങ്ങളും ജാഗ്രതകളും നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ നരകത്തിൽ നിന്നും സ്വയം രക്ഷപ്പെട്ടാൽ പോരാ, തന്റെ കുടുംബങ്ങളെയും രക്ഷിക്കേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. ഖുർആനിന്റെ ഈ താക്കീദിന്റെ വെളിച്ചത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈ മുന്നറിയിപ്പിന്റെ വെളിച്ചത്തിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ വളർന്നു വരുന്ന മക്കളുടെ സംസ്കരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ, പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും വീണ്ടും വിചാരണക്ക് വിധേയമാക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ്, സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ദീനിന്റെ മറ്റു പല നിർബന്ധ കർമ്മങ്ങളും വളരെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ പെൺകുട്ടികളായ മക്കൾ പോലും ഏത് കോലത്തിലാണ് ഇന്ന് പുറത്തിറങ്ങുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഏത് മാലാഖമാരെയും മോഹിപ്പിക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണ രീതി സ്വീകരിക്കുന്നത് ഈ സമുദായത്തിലെ പെൺകുട്ടികളല്ലേ? ഇത് കാണുന്ന മാതാപിതാക്കൾക്ക് യാതൊരു അലോസരവും തോന്നാത്തത് എന്തുകൊണ്ടാണ്? അത്തരത്തിലുള്ള വസ്ത്രധാരണവുമായി ഫാൻസി കടകളിലും ബ്യൂട്ടി പാർലറുകളിലും ഒക്കെ ദിനേന എന്നോണം കയറിയിറങ്ങുന്നത് നമ്മുടെ ഈ സമുദായത്തിലെ പെൺകുട്ടികളാണ് എന്നറിയുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ ചില മാതാപിതാക്കളൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ഈ ആധുനിക കാലത്ത്, ഈ പുതിയ കാലഘട്ടത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ കർശനമായ തീരുമാനങ്ങളൊന്നും
നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നതാണ് പലരും പറയുന്ന നിസ്സഹായ അവസ്ഥ. പക്ഷെ നമ്മൾ ആലോചിക്കണം, നമ്മൾ അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ അത്യധ്വാനം ചെയ്യുന്ന നമ്മൾ, അവരുടെ ഭാവിയുടെ കാര്യത്തിൽ ഏറെ ആശങ്കയും ഉത്കണ്ഠയും പുലർത്തുന്ന നമ്മൾ, അവരുടെ പരലോക ജീവിതത്തെക്കുറിച്ച്, പാരത്രിക ജീവിതത്തിൽ അവർ നരകത്തിന് അഗ്നിക്ക് വിറകാകുന്നതിനെ സംബന്ധിച്ച് നമ്മൾ എന്തുകൊണ്ട് അസ്വസ്ഥരാകുന്നില്ല? ആ നരകത്തിയിൽ കത്തിയെരിയുന്ന നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? കുട്ടികൾക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടി പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ പാടുപെട്ട് പണിയെടുക്കുന്ന നമ്മൾ, നമ്മുടെ കുട്ടികളുടെ സ്വഭാവ സംസ്കരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ആ മക്കളോട് ചെയ്യുന്ന വലിയ പാതകമായിരിക്കുമെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മുമ്പൊക്കെ ഓരോരുത്തരും ഏറെ അസ്വസ്ഥരായിരുന്നത് തങ്ങളുടെ കുട്ടികൾ വഴിപിഴച്ചു പോകുന്നതിനെ സംബന്ധിച്ചായിരുന്നുവെങ്കിൽ ഇന്ന് കുട്ടികളുടെ ഭൗതികമായ ഭാവിയെ കുറിച്ചാണ് പല മാതാപിതാക്കളും അസ്വസ്ഥരാകുന്നത്. പല മാതാപിതാക്കളുടെയും ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ കൂടുതൽ പതിയുന്നത് അവരുടെ ഭൗതികമായ ഭാവിയെ സംബന്ധിച്ചാണ്. അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കുട്ടികൾ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടണമെന്ന ഒരു കാഴ്ചപ്പാട്, ഒരു സന്തുലിതമായ ജീവിത വീക്ഷണം, ഇസ്ലാമികമായ ഒരു ജീവിത വീക്ഷണം നമ്മുടെ മക്കളിൽ കരുപ്പിടിപ്പിക്കുന്നിടത്ത് നമ്മുടേതായ പങ്ക് വഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുട്ടികളുടെയും കുടുംബത്തിന്റെയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കാൻ പാടുപെടുന്ന നമ്മൾ അവരുടെ പരലോക രക്ഷയെക്കുറിച്ച് കൂടി ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. പുരുഷൻ എന്ന് പറയുന്നത് തന്റെ വീടിന്റെ ഭരണാധികാരിയാണ്, ഉത്തരവാദിത്തമുള്ള ഭരണാധികാരിയാണ് വീടിന്റെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മുന്നറിയിപ്പാണ് തന്റെ വീട്ടിനുള്ളിലുള്ള തന്റെ കീഴിലുള്ളവരെ കുറിച്ച്. താൻ ചെലവിന് നൽകുന്ന, താൻ വളർത്തിക്കൊണ്ടുവരുന്ന, താൻ ആരുടെയൊക്കെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടിയാണോ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള തന്റെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അഥവാ വീട്ടിലെ ഓരോ അംഗത്തിന്റെയും അബദ്ധ സഞ്ചാരത്തിന് ഗൃഹനാഥനായ പുരുഷൻ ഉത്തരവാദിയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ചരിത്രത്തിൽ നമ്മൾ കാണുന്നു, ഖലീഫ മൻസൂർ തന്റെ ഭരണകാലത്ത് ജയിലിലേക്ക് ഒരാളെ വിട്ടുകൊണ്ട് ജയിലിൽ കഴിയുന്ന ബനൂ ഉമയ്യ ഗോത്രക്കാരായ തടവുകാരോട് അവർ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് ഏത് മേഖലയിലാണ്? ആ ജയിലിൽ കഴിഞ്ഞിരുന്ന തടവുകാരുടെ മറുപടി ഞങ്ങളുടെ കുട്ടികളുടെ ശിക്ഷണത്തിന്റെ കാര്യത്തിലാണ് എന്നായിരുന്നു. ഇതാണ് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടം, അവരുമായി അകലേണ്ടി വന്നതാണ് എന്ന് അവർ തുറന്നു പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത് മക്കളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ അടുത്തിടപഴകുന്ന അവസ്ഥക്ക് കാര്യമായ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സമുദായത്തിലെ പുതിയ തലമുറയിലെ ഗണ്യമായ വിഭാഗത്തെ വഴിപിഴപ്പിക്കുന്നതിൽ ഈ അകൽച്ച വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഈ അകൽച്ച വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഗൾഫ് കുടിയേറ്റം ഒരുപാട് നന്മകൾ ഈ സമുദായത്തിന് നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ, നാടിന്റെ പുരോഗതിയിൽ, വിദ്യാഭ്യാസ ഭാവിയിൽ, അതുപോലെ തന്നെ സമൂഹത്തിന്റെ ജനജീവിതത്തിന്റെ നിലവാരം ഉയർത്തിയതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഗൾഫ് കുടിയേറ്റം. പക്ഷെ അതേസമയം കുട്ടികളുടെ സംസ്കരണത്തിൽ, വീട്ടിൽ ഭയപ്പെടാൻ ആരുമില്ലാതെ പരിപൂർണ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്ത് വളരുന്ന വിവേകമില്ലാത്ത കുട്ടികൾക്ക് ആവശ്യത്തിലധികം പണം ലഭിക്കുകയും മതിയായ തർബിയത്ത് ലഭിക്കാനുള്ള സംവിധാനം വീട്ടിനകത്ത് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അധാർമികതയിലേക്ക്, വഴികേടിലേക്ക് നീങ്ങാനുള്ള സാധ്യത അധികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ചുറ്റുപാടും അതിന് പ്രേരിപ്പിക്കുന്ന ജീർണമായ സാമൂഹ്യ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അത് കുറെ കൂടി അപകടകരമായി തീരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂചിപ്പിച്ചു വരുന്നത് മക്കളുമായുള്ള ബന്ധം പുതിയ കാലത്ത് പ്രത്യേകമായ ചില താല്പര്യങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നതാണ്. പരസ്പരം അടുക്കാതെ മാതാപിതാക്കൾ ഒരു വഴിക്കും മക്കൾ വേറെ വഴിക്കും നീങ്ങിക്കൊണ്ടിരുന്നാൽ കുട്ടികളുടെ മേലുള്ള നിയന്ത്രണം മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പലയിടത്തും. ഒരു വീടിനകത്ത് തന്നെ ഒരുപാട് വീടുകളാണ്. ഓരോരുത്തരും അവരവരുടെ വീടുകളിലേക്ക് ഒതുങ്ങുകയാണ്. അവരവരുടെ സുഖദുഃഖങ്ങളുടെ ലോകത്തേക്ക്, വീടുകളിലേക്ക് ഒതുങ്ങുകയാണ്. ഈ അവസ്ഥ അത്ര ഗുണകരമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. മക്കളെ കുറിച്ച് ഖുർആൻ നടത്തിയ പ്രധാനപ്പെട്ട 2 പരാമർശങ്ങൾ. ഒന്ന്, കുട്ടികൾ നമുക്ക് അലങ്കാരമാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. എല്ലാ അർത്ഥത്തിലും അലങ്കാരമായി തീരണം നമ്മുടെ മക്കൾ. അതേസമയം അവർ വിനയായി തീരുന്ന അവസ്ഥയെക്കുറിച്ച്
എല്ലാ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വഅലമു അന്നമ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. അറിയണം, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കണം, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് വലിയ പരീക്ഷണമാണ് എന്ന്. അത് പരീക്ഷണമാകാതിരിക്കാനുള്ള ജാഗ്രതയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെ ബോധപൂർവമായ പരിശ്രമത്തിലൂടെ മക്കളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവരുടെ സംസ്കരണത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികൾ മുഖേന നമുക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും ഖേദിക്കേണ്ടി വരികയില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. ഇതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, മക്കളോടുള്ള സമീപനത്തിൽ ചില കാലോചിതമായ മാറ്റങ്ങൾ, അതല്ലെങ്കിൽ പ്രവാചക പാഠശാലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് അധ്യാപനങ്ങളെ നമ്മുടെ വീടകങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. കുട്ടികളോട് കാരുണ്യത്തോടു കൂടിയുള്ള സമീപനം ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. ഭീഷണിയിലൂടെ, അതല്ലെങ്കിൽ മുഖം കറുപ്പിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ശകാരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ശിക്ഷിച്ചുകൊണ്ട് കുട്ടികളെ സംസ്കരിക്കാൻ സാധ്യമാകുന്ന ഒരു ലോകത്തും കാലത്തുമല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന മാതൃകകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കുട്ടികളോടുള്ള സമീപനത്തിന്റെ മാതൃക പഠിക്കാനും പകർത്താനും നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ പേരക്കുട്ടിയായ ഹസൻ ബിൻ അലി എടുത്ത് ചുംബിക്കുന്നുണ്ടല്ലോ. അത് കണ്ടു നിൽക്കുന്ന അഖറ എന്ന് പറയുന്ന സഹാബി പറഞ്ഞു, എനിക്ക് 10 കുട്ടികളുണ്ട് പ്രവാചകരെ, പക്ഷെ ഞാൻ ഇതുവരെ എന്റെ ഒരു കുട്ടിയെ പോലും ചുംബിച്ചിട്ടില്ല എന്ന് പറയുമ്പോ പ്രവാചകൻ ആ സഹാബിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ മനസ്സിൽ അല്ലാഹു കാരുണ്യം നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്നുണ്ട്. മല്ലാ യർഹമു ലാ യുർഹം എന്ന് പ്രവാചകൻ അതിനെ തുടർന്ന് പറയുന്നു, കരുണ കാണിക്കാത്തവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, മറ്റൊരു ഹദീസ് നമ്മൾ കാണുന്നത്, കുട്ടികളോട് കാരുണ്യത്തോടു കൂടി വർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നത്, ലൈസ മിന്നാ മല്ലം യർഹം സഗീറന വയുവക്കിർ കബീറന. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, എന്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ല. ആര്? ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല, മല്ലം യർഹം സഗീറന, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ, വയുവക്കിർ കബീറന, മുതിർന്നവരെ ആദരിക്കാത്തവർ, പ്രായമായവരെ ആദരിക്കാത്തവരും കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല എന്ന് പറയുമ്പോൾ കുട്ടികളോട് കാരുണ്യം എത്ര ഗൗരവമുള്ളതാണ് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ചോദിക്കും, കുട്ടികളോട് കാരുണ്യമില്ലാത്ത ആരാണുണ്ടാവുക? ആർക്കാണ് മക്കളോട് കരുണയില്ലാതിരിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഈ കാരുണ്യം പോലും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നത് ഞാൻ അതിശയോക്തിയായി പറയുന്നതല്ല. കുട്ടികളോടുള്ള മാതാപിതാക്കളുടെ കാരുണ്യത്തിന്റെ ഉറവ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിന് പ്രകടമായ ഉദാഹരണങ്ങൾ തന്നെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. എന്താണത്? കുഞ്ഞിന് ആരോഗ്യത്തിന് നല്ലത് മുലപ്പാൽ എന്ന് ആരോഗ്യ വകുപ്പിന് പരസ്യപ്പെടുത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലത് മുലപ്പാൽ ആണെന്ന് ആരോഗ്യ വകുപ്പിന് പരസ്യപ്പെടുത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അതല്ലെങ്കിൽ പാൽപ്പൊടി വെക്കുന്ന പാക്കറ്റുകളിൽ ഇത് പ്രിന്റ് ചെയ്യണമെന്നാണ് നാട്ടിലെ നിയമം. ഏതുപോലെ? സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെക്കുന്നത് പോലെ. ഇത് എഴുതേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? മാതാവിന് കുട്ടികളോടുള്ള കാരുണ്യവും സ്നേഹവും നഷ്ടമായത് കൊണ്ടാണ് എന്ന് ഞാൻ തീർത്തു പറയും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ആ കമ്പോള സംസ്കാരം ഉണ്ടല്ലോ, എന്തിനും ഏതിനും എനിക്കെന്ത് നേട്ടം, ആ കമ്പോള സംസ്കാരം വളർത്തിയെടുത്ത ഭോഗാസക്തി മാതാവിന്റെ മാറിടത്തിലെ കാരുണ്യത്തെ പോലും ചോർത്തിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് അതിന്റെ പിന്നിൽ. സൗന്ദര്യം ചോർന്നു പോകുമെന്ന് കരുതി കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ വിസമ്മതിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് വിരളമല്ല എന്ന് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. ഇത് അനുഭവിച്ച ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇതിന്റെ അനന്തരഫലം അനുഭവിച്ച ഒരു സമൂഹം 1990-കളിൽ സോവിയറ്റ് യൂണിയന്റെ അവസ്ഥയെക്കുറിച്ച് മിഖായേൽ ഗോർബച്ചേവ് തന്റെ പെരിസ്ട്രോയ്ക്കയിൽ കുറിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഗതികളാണ്. 70 വർഷക്കാലം കുടുംബത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് സ്ത്രീയെ മാറ്റി നിർത്തിയത് മൂലം, 7 പതിറ്റാണ്ട് കാലം കുടുംബത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിന്നും സ്ത്രീകളെ മാറ്റി നിർത്തിയത് മൂലം സോവിയറ്റ് സമൂഹത്തിന് സംഭവിച്ച അപജയത്തെ സംബന്ധിച്ച് അവിടുത്തെ ഭരണാധികാരിയായിരുന്ന മിഖായേൽ ഗോർബച്ചേവ്, ഇവിടുന്ന് ഒരൽപ്പം മുതിർന്നവർക്കൊക്കെ മനസ്സിലാവും, തന്റെ പെരിസ്ട്രോയിക്ക എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ കുറ്റസമ്മതം നടത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു, ഞങ്ങളുടെ വിഷമകരവും വീരോചിതവുമായ ചരിത്രത്തിന്റെ വർഷങ്ങളിൽ
അമ്മ എന്ന നിലയിലും ഗൃഹനായിക എന്ന നിലയിലും കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്ന ഒഴിച്ചുകൂടാനാവാത്ത ജോലിയിലും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും പരിഗണന നൽകുന്നതിലും ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ ഏർപ്പെടുകയും നിർമ്മാണ സ്ഥലങ്ങളിലും ഉൽപാദന മേഖലകളിലും സേവന തുറകളിലും പണിയെടുക്കുകയും സർഗാത്മക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തതിനാൽ സ്ത്രീകൾക്ക് വീട്ടിൽ അവരുടെ ദൈനംദിന കടമകളായ വീട്ടുജോലികളും കുട്ടികളെ വളർത്തലും നല്ല കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കലും തുടങ്ങിയവക്ക് മതിയായ സമയം കിട്ടിയില്ല. ഞങ്ങളുടെ പല പ്രധാന പ്രശ്നങ്ങൾക്കും എന്ന് പറഞ്ഞ് ഹൈഫനിട്ട് എഴുതിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെയും യുവജനങ്ങളുടെയും പെരുമാറ്റത്തിലും ഞങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങളിലും സംസ്കാരങ്ങളിലും ഉൽപാദനത്തിലും ഉണ്ടായ പ്രശ്നങ്ങൾക്ക് ഭാഗികമായ കാരണം ദുർബലമാകുന്ന കുടുംബ ബന്ധങ്ങളും കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളോടുള്ള തണുത്ത സമീപനങ്ങളുമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. എല്ലാ കാര്യത്തിലും സ്ത്രീയെ പുരുഷന് തുല്യമാക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹത്തിന്റെ ഫലമാണ് ഈ വിരോധാഭാസത്തിന് രാജ്യം അടിപ്പെട്ടത് എന്ന് എഴുതി വെച്ചത് ആരാണ്? സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരിയെന്ന മിഖായൽ ഗോർബച്ചേവ് തന്റെ പെരിസ്ട്രോയിക്കയിൽ കുറിച്ചു വെച്ചതാണ്. ഇസ്ലാം സ്ത്രീയെ പീഡിപ്പിക്കുന്നുവെന്ന് നാഴികക്ക് 40 വട്ടം ആവർത്തിക്കുന്നവരോട് ആ പെരിസ്ട്രോയിക്കയുടെ മലയാള പരിഭാഷ ഒന്ന് വായിച്ചു നോക്കാൻ നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട്. ദീനുൽ ഇസ്ലാം സ്ത്രീക്ക് ഏൽപ്പിച്ച ബാധ്യതകളിൽ നിന്ന്, പ്രകൃതിപരമായ പെണ്ണിന്റെ ബാധ്യതകളിൽ നിന്ന് അവളെ അടർത്തിയെടുത്തത് മൂലം അനുഭവിക്കേണ്ടി വന്ന ദുരന്തത്തെ കുറിച്ചാണ് അദ്ദേഹം ആ ഭരണാധികാരി വിലപിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ദീൻ പ്രകൃതി മതമാണ്. മനുഷ്യ പ്രകൃതത്തെ പരിഗണിച്ചിട്ടുള്ള അധ്യാപനങ്ങൾ നൽകിയിട്ടുള്ള ദീനാണ്. ഇസ്ലാം കുടുംബജീവിതത്തിന്റെ ഭദ്രതയും സാമൂഹ്യ ജീവിതത്തിന്റെ സുഗമമായ വളർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതിന്റെ അധ്യാപനങ്ങൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാതാവിന് തന്റെ കുട്ടികളോടുള്ള ബാധ്യതയെക്കുറിച്ച് മൗലികമായി എടുത്തു പറഞ്ഞു, 2 വർഷം മാതാവ് കുട്ടിക്ക് മുല കൊടുക്കണമെന്ന്. എന്ന് മാത്രമല്ല, മാതൃത്വ മഹത്വത്തെ ഖുർആൻ അടയാളപ്പെടുത്തുന്നത് തന്നെ ഈ പ്രത്യേകത എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫി ആമൈൻ. മാതാവ് ക്ലേശത്തിന് മേൽ ക്ലേശം സഹിച്ചുകൊണ്ടാണ് അവനെ ഗർഭം ചുമന്നത്. 2 വർഷം ആ കുഞ്ഞിന് മുലയൂട്ടി കഴിയുകയും ചെയ്യുന്നുവെന്ന് ഈ കൽപ്പനയെ, വിശുദ്ധ ഖുർആന്റെ ഈ കൽപ്പനയാണ് സൗന്ദര്യം ചോർന്നു പോകുമോ എന്ന ആശങ്ക മൂലം ധിക്കരിക്കുന്ന ഉമ്മമാർ വർദ്ധിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത്. തന്റെ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് പോറൽ സംഭവിച്ചാലും തന്റെ സൗന്ദര്യത്തിന് പോറൽ സംഭവിക്കരുത് എന്ന് കരുതി കുഞ്ഞിന് 2 വർഷം മുലയൂട്ടാൻ മടിക്കുന്ന ഉമ്മമാരുടെ എണ്ണത്തിൽ കേരളീയ സമൂഹത്തിൽ പോലും വർധനവുണ്ടാകുന്നുവെങ്കിൽ, ഇതാണ് ഞാൻ പറഞ്ഞത്, മാതാവിന്റെ മാറിടത്തിലെ കാരുണ്യം പോലും ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന ബോധം കുട്ടികളിൽ ചെറിയ പ്രായം മുതൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ, അതുവഴി അവരുടെ മനസ്സുകൊണ്ട് അവരെ കീഴ്പ്പെടുത്തുന്നതിൽ മാതാപിതാക്കൾ തുടക്കം മുതൽ തന്നെ പരാജയപ്പെടുന്നു എന്നതിന്റെ അടയാളങ്ങളാണ്. ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹു മകൻ യസീദിനോട് ദേഷ്യപ്പെടുകയും കുട്ടി നന്നാവുന്നില്ലെന്ന് പരാതിപ്പെട്ടുകൊണ്ട് പരിഹാരം അന്വേഷിച്ച് അഹ്നഫിന് ഖൈസ് എന്ന് പറയുന്ന പണ്ഡിതന്റെ അടുത്തേക്ക് വിടുകയും ചെയ്യുകയുണ്ടായി. അഹ്നഫിന്റെ മറുപടി, ഒരു ഉപ്പ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയെയും ആകാശത്തെയും പോലെയാകണമെന്നായിരുന്നു. ഒരു ഉപ്പ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയെയും ആകാശത്തെയും പോലെയാകണമെന്നായിരുന്നു. ഭൂമിയെ പോലെ വിനയാന്വിതനാകാനും ആകാശത്തെ പോലെ സംരക്ഷണം നൽകാനും കഴിയുന്നവനാകണം ഒരു പിതാവ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ന്. ഉപ്പാന്റെ സംരക്ഷണത്തെ കുറിച്ചുള്ള ബോധം കുട്ടികൾക്ക് ചെറിയ പ്രായം മുതൽ അവരെത്ര മുതിർന്നവരായാലും അവർക്കുണ്ടായിത്തീരണം. നിങ്ങൾ മരിച്ചുപോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ നയിക്കരുത് എന്നാണ് അഹ്നഫ് എന്ന് പറയുന്ന ആ പണ്ഡിതൻ ഉപദേശിച്ചു കൊടുത്തത്. ഒരിക്കലും കുട്ടികളുടെ അനാവശ്യമായ ദേഷ്യം ഏറ്റുവാങ്ങുന്ന ഒരു സമീപനം മാതാപിതാക്കളുടെ ഭാഗത്തുണ്ടാകരുത്. താഴ്ന്നു നിൽക്കേണ്ട സമയത്ത് താഴ്ന്നു നിൽക്കാൻ കഴിയണം. കുട്ടികളോട് ആവശ്യം വരുമ്പോൾ കുട്ടിയോട് ആവശ്യം വരുമ്പോൾ കുട്ടികളെ പോലെ പെരുമാറുകയും ചെയ്യാൻ കഴിയണം. രണ്ടുപേരും 2 ധ്രുവങ്ങളിൽ നിലകൊള്ളുന്ന അവസ്ഥ ഒരിക്കലും ഒരു വീടിനകത്ത് നല്ലതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പിതാവിനെ ഒരു അപൂർവ ജീവിയായി കാണുന്ന മക്കൾ എന്ന സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ദീനുൽ ഇസ്ലാം കുട്ടികളോട് വളരെ അടുത്ത് പെരുമാറണമെന്ന് പറഞ്ഞത് വിശാലമായ ഉദ്ദേശത്തോടു കൂടിയാണ്, വളരെ വിശാലമായ ഉദ്ദേശത്തോടു കൂടിയാണ്. ആ അർത്ഥത്തിലുള്ള ഒരു ബന്ധമാണ് കുടുംബത്തിനകത്ത് ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നത് വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ അതാണ് നമ്മൾ കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികൾ മരിക്കുന്നത് കാണുമ്പോൾ കരയുമായിരുന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ കുട്ടിക്ക് മരണവെപ്രാളം കാണുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അടുത്തേക്ക് ആളെ വിടുകയുണ്ടായി.
അപ്പോ പ്രവാചകൻ അവരോട് പറഞ്ഞു, അവർക്ക് സലാം അറിയിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് സ്വർഗം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു വിട്ടു. വീണ്ടും മകൾ നിർബന്ധം പിടിച്ചപ്പോൾ റസൂലുള്ളാഹി ചെന്നു. പ്രവാചകന്റെ മടിയിലേക്ക് ഫാത്തിമ കുട്ടിയെ വെച്ചു കൊടുത്തു. ആ കുഞ്ഞിന്റെ മരണവെപ്രാളത്തിന്റെ അവസാനത്തെ നാടിപിടിപ്പ് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അടർന്നു വീഴുകയാണ്. സഹാബികളും ചോദിച്ചു, വ അൻത യാ റസൂലുള്ളാഹ്, വ അൻത യാ റസൂലുള്ളാഹ്, നബിയെ താങ്കളും കരയുകയാണോ? റസൂലുള്ളാഹി പറഞ്ഞു, ഹാദാ റഹ്മത്തി, ഹാദാ റഹ്മത്തു റബ്ബി, ഇതെന്റെ നാഥന്റെ കാരുണ്യമാണ്. ഇതെന്റെ നാഥൻ എന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള കുട്ടികളോടുള്ള കാരുണ്യമാണിത്. തന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ട പലരുടെയും മരണം കണ്ടുകൊണ്ട് കരയാതിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുട്ടിയുടെ മരണസമയത്ത് കരഞ്ഞു എന്ന് ഹദീസിൽ കാണുകയാണ്. ഇത് കുട്ടികളോടുള്ള ഒരു മാനസിക ബന്ധത്തിന്റെ അനിവാര്യതയാണ്. പക്ഷെ ഇന്ന് കുട്ടികളോടുള്ള ഈ റഹ്മത്ത് കൈമോശം വന്നുകൊണ്ടിരിക്കുകയും ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച്, ആ കുഞ്ഞിനെ സംബന്ധിച്ച് അതിനെ നശിപ്പിക്കുന്നിടത്തോളം ഈ കാരുണ്യരാഹിത്യ മാതൃത്വത്തെ കൊണ്ടെത്തിക്കുകയും ചെയ്തില്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വരാനിരിക്കുന്ന കുഞ്ഞ് വരവകോളത്തിലാണോ അതല്ല ചെലവ് കോളത്തിലാണോ എന്ന് നോക്കി ആ കുഞ്ഞ് പിറക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നിടത്തേക്ക്, പിറന്നു കഴിഞ്ഞാലാകട്ടെ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം ഔപചാരികതയിലും യാന്ത്രികതയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അങ്ങനെയുള്ള ഒരു വീട്ടിൽ ഒന്നിച്ചു കഴിയുമ്പോഴും മനസ്സുകൾ ചിതറിപ്പോകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിങ്ങനെയാണ് ഒരു വീട്ടിൽ തന്നെ ഒരുപാട് വീടുകൾ ഉണ്ടാവുക, മക്കളും മാതാപിതാക്കളും തമ്മിൽ അകന്നു പോവുക. സ്വാഭാവികമായും അത്തരം വീടുകളുടെ ഗാർഹികമായ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന മക്കൾ വഴികേടിലേക്കും അധാർമികതകളിലേക്കും മറിമാറിപ്പോകുന്നുവെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പിന്തിരിപ്പിക്കാമെന്ന് നമ്മൾ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിര് കടന്ന വ്യാമോഹമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ പ്രായം മുതൽ തന്നെ മക്കളെ സ്നേഹിച്ച് സ്വന്തമാക്കി അങ്ങനെ കുട്ടികൾക്ക് അവർക്ക് നമ്മൾ നൽകുന്ന ഉപദേശങ്ങൾ പാലിക്കാനുള്ള, സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്കുള്ള അവരെ വളർത്തി കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, നമ്മുടെ വീടുകളിൽ വളരുന്ന നമ്മുടെ മക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ മാതാപിതാക്കളാണ് എന്ന ബോധം അവരിൽ ചെറിയ പ്രായം മുതൽ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ മക്കളുടെ തെർബിയത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഗുണപരമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ നമ്മുടെ കുട്ടികളെ നന്നാക്കിയെടുക്കാൻ മാർഗം എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഒന്നാമത്തെ മറുപടി, നമ്മുടെ മക്കളെ നമ്മൾ മനസ്സ് തുറന്ന് സ്നേഹിക്കുകയും അവരെ കയ്യിലെടുക്കുകയും അങ്ങനെ ആ സ്നേഹം പിടിച്ചു പറ്റിക്കൊണ്ട് ആ ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു ചുറ്റുപാട് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നതാണ്. അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളും നമ്മിൽ നിന്നുണ്ടാകണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് നമ്മൾ സംശയിക്കും. മക്കൾക്ക് വേണ്ടി നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, അവർക്കൊരു അസുഖം വന്നാൽ ആ രോഗം ശിവയാകുന്നതുമായി ബന്ധപ്പെട്ട്, അവരുടെ മറ്റ് ഭൗതികമായ ആവശ്യങ്ങളുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ പടച്ചവനോട് ആവശ്യപ്പെടാറുണ്ട്. അതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അഅയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചവനെ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണം, ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണം, ഞങ്ങളെ നീ മുത്തക്കിങ്ങളുടെ നേതാക്കളാക്കണം, മുത്തക്കികൾക്ക് മുന്നിൽ നടക്കാനുള്ള അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ ആക്കണം എന്ന് പറഞ്ഞാൽ തഖ്വയുടെ ആ താല്പര്യത്തിനനുസരിച്ച് തഖ്വയിൽ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന വിധത്തിലുള്ള ഒരു സംസ്കാരം ഞങ്ങളുടെ ഞങ്ങൾക്കും നൽകണം എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ്, മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രാർത്ഥന. നമ്മുടെ മക്കൾ കൺകുളിർമയാകുന്നത് എവിടെയാണ്? നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമയാകുന്നത് എവിടെയാണ്? നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമയാകുന്നത് അവർ ദീനിയായി പടച്ചവനെ ഭയപ്പെട്ട് അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിച്ച് ജീവിക്കുന്നിടത്താണ് നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമയാകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധുക്കളിലുമൊക്കെ എല്ലാവർക്കും കൺകുളിർമ നൽകുന്ന, ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്പെടുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ ലോകത്ത് നിന്ന് പോയാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, നമ്മൾ ഇവിടെ നിന്ന് പോയാലും നമുക്ക് ബാക്കിയാകുന്ന അമലുകളിൽ പെട്ടതാണ് വലദുൻ സ്വാലിഹും യദ്ഊലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നമ്മൾ ഇവിടെ നിന്ന് പോയാൽ നമ്മുടെ ബർസഖിലേക്ക് അള്ളാഹുവിന്റെ അജ്ർ പരന്നൊഴുകുന്ന, അവരുടെ പ്രാർത്ഥനകൾ ലഭിക്കുന്ന അർത്ഥത്തിൽ നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്ന, ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്പെടുന്ന മക്കളായി തീരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.